ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ജനറൽ പേപ്പറിന് നമ്മൾ സെറ്റ് എക്സാമിന് പാസ്സാകുന്നില്ല. ആ സെറ്റ് എക്സാമിന് പാസ്സാകാതിരിക്കാനുള്ള പല കാരണങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അതിൽ ജനറൽ പേപ്പറിൻ്റെ കേസിൽ ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് എല്ലാവരും പറയുന്ന ഒരു വിഷയം, ഞാനും കൂടി എടുക്കുന്ന ഒരു വിഷയമാണ് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പാസ്സാകാം, എത്രമാത്രം ഹോട്ട് ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സിലുണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. നമ്മൾ പറഞ്ഞു തരുന്നത് അത് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സൂപ്പറാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് GI ടാഗ് എന്ന് പറയുന്നതാണ് അല്ലേ. GI ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളില്ലാത്ത ഒരു പരീക്ഷയില്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും GI ടാഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്? GI ടാഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തൊക്കെ റീസെന്റ് വർഷങ്ങളിൽ GI ടാഗ്, ഈ അടുത്തിടെ കിട്ടിയത് മാത്രമല്ല കേട്ടോ, ഒരു 2000-ന് ശേഷമുള്ള GI ടാഗിൽ വന്നേക്കുന്ന സംഗതികളൊക്കെ നോക്കുക. അവിടെ എന്തൊക്കെ പഠിക്കണം? അത് ഏത് പ്രോഡക്റ്റ് എവിടെയാണെന്ന് പഠിക്കണം, അത് പ്രോഡക്റ്റ് പഠിക്കണം. അടുത്തത് പ്രോഡക്റ്റ് ഏത് കാറ്റഗറി വരുന്നതെന്ന് നോക്കി വെക്കുക. ഓക്കെ, കാറ്റഗറിയിൽ വരുന്നത് നോക്കുക. അടുത്തത് അത് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഈ 3 ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? GI ടാഗ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാൻ പറ്റും. ഇപ്പം 2000 ഓൺവേർഡ്സ് നിങ്ങൾ GI ടാഗ് ഏകദേശം ഒന്ന് നോക്കി വെക്കണം. എങ്കിലാണ് ഇത് ഒരു റീസെന്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ റീസെന്റിലെ ചോദിക്കും, ചിലപ്പം അതിന് പഴയതും ചോദിക്കും. ഓക്കെ, ഇപ്പം കുട്ടിയാട്ടൂർ മാമ്പഴം കേട്ടിട്ടുണ്ടോ? കുട്ടിയാട്ടൂർ മാംഗോ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കുട്ടിയാട്ടൂർ മാംഗോ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ കണ്ണൂരിൽ നിന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു ഇതാണ് കുട്ടിയാട്ടൂർ മാംഗോ എന്ന് പറയുന്നത് ഒരു സംഭവം അല്ലേ. അപ്പം ഈ മാംഗോ വന്നത് കുട്ടിയാട്ടൂർ മാംഗോ. ഇനി വേറെ എന്തൊക്കെ വയ്ക്കാം? തിരൂർ വെറ്റില കേരളത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിലപ്പം കേട്ടിട്ടുണ്ടാകും. ഞാൻ അടുത്തൊരു കാര്യം പറയാം. പാണ്ഡം കേട്ടിട്ടുണ്ടോ? പാണ്ഡം എന്ന് പറയുന്ന സംഗതി, പാണ്ഡം കേട്ട് കാണത്തില്ല. പാണ്ഡം എന്ന് പറയുന്നത് ഒരു കരകൗശല വസ്തുവാണ്. പാണ്ഡം എന്ന് പറയുന്നത് ഇത് എവിടുത്തെയാണ്? പാണ്ഡം മിസോറാമിൽ നിന്നുള്ളതാണ്. എവിടുന്നാണ്? മിസോറാമിൽ നിന്നുള്ളതാണ് പാണ്ഡം അല്ലേ. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ്? M മിസോറാം, P പാണ്ഡം. നമ്മൾ എപ്പോഴും MB എന്ന് പറയത്തില്ലേ. അപ്പോൾ പാണ്ഡം എവിടുന്നാണ്? മിസോറാമിൽ നിന്നുള്ളതാണ് അല്ലേ. അടുത്ത വേറെ ഒന്നും വായിച്ച് നോക്കിക്കേ. കാന്തമാൾ ഹൽദി. എന്താണ്? കാന്തമാൾ ഹൽദി. അപ്പൊ ഇത് എവിടുന്നുള്ളതാണ്? കാന്തമാർ ഹൽദി എന്നുള്ളത് ഇതൊരു കാർഷികമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എവിടുന്നാണ്? ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഒഡീഷ. കാന്തമാൾ ഹൽദി എന്ന് പറയുന്നത് ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഓക്കെ ആണോ അല്ലേ? ഓക്കെ ആണ് കാന്തമാൾ ഓക്കെ അല്ലേ? കാന്തമാൾ ഓക്കെ ആണ്. എവിടുന്നാണ്? ഒഡീഷയിൽ നിന്നാണ്. ഓക്കെ, ഒഡീഷയിൽ നിന്നാണ് കാന്തമാൾ ഒഡീഷയിൽ നിന്നാണ് അല്ലേ. അടുത്ത അതുപോലെ തന്നെ രസഗുള, അതും വന്നിട്ടുണ്ട്. രസഗുള അല്ലേ. രസഗുളയും എവിടുന്നാണ്? അതും ഒഡീഷയിൽ നിന്നുള്ളതാണ്. ഒഡീഷയ്ക്കാണ് അതിൻ്റെ GI ടാഗ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം പറ്റത്തില്ല, കുറച്ചൊക്കെ വായിച്ചു നോക്കണം. ഇനി ഷാഹി ലിച്ചി എന്ന് പറയുന്നത് ബീഹാറിൽ നിന്ന്. കാശ്മീർ കുങ്കുമം ജമ്മു കാശ്മീരിൽ നിന്ന്. ചിലത് അങ്ങനെ പേരുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പക്ഷേ ഈ GI ടാഗ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഈ 3 ഫാക്ട്സ് പഠിച്ച് 2000 മുതലുള്ളതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഉറപ്പായല്ലോ. രണ്ടാമത്തെ പോർഷൻ ഇൻവെന്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻ. എന്തായിരിക്കും? റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഇൻവെന്ററും ഇൻവെൻഷനും ഒക്കെ ആയിരിക്കും. അത് കൂടുതലും ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് കയറേണ്ട ഒരു കാര്യമുണ്ട്. ഇതെന്താണ്? ഇത് LBS നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കായിരിക്കും പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ചില ചിപ്പുകൾ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടറും മരുന്നുകളും ഒക്കെയുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഇവിടെ
ചോദിക്കുന്നത്. അപ്പം അതിന് നല്ല പരിഗണന കൊടുക്കുക. ഓക്കെ, ഇനിയും ഈ പറയുന്ന GI ടാഗ് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് റംസാർ സൈറ്റുകൾ. തണ്ണീർത്തടം ഇതെന്തിൽ വരുന്നതാണ്? ഇക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് റംസാർ സൈറ്റുകൾ. റംസാർ സൈറ്റുകൾ വരുമ്പം റംസാർ സൈറ്റുകൾ ഏത് സംസ്ഥാനത്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യയിൽ ഏതൊക്കെ, ഇപ്പോൾ വെമ്പനാട് ചോദിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ളത് വരുമ്പം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്, ഇന്ത്യയിലായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്, ആ റംസാർ സൈറ്റുകൾ നിലവിൽ വന്നത് നോക്കുക. ഓക്കെ, ഇനിയും അടുത്തത് പെയിൻറ്റിങ്ങുകൾ, വിറ്റുപോകുന്ന പെയിൻറ്റിങ്ങുകൾ. കഴിഞ്ഞ ദിവസം പത്രവാർത്തകളിലും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ കോടികൾക്ക് പത്രവാർത്തകൾ തന്നെ പരിശോധിച്ചാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. പെയിൻറ്റിങ്ങുകൾ വിറ്റുപോകും. ആ പെയിൻറ്റിങ്ങുകൾ വിറ്റുപോകുന്നത് റീസെൻ്റായിട്ട് വരുന്നതുണ്ട് എങ്കിൽ അല്ലേ, അവിടെ നല്ല പരിഗണന കൊടുക്കണം. ചിലപ്പം പുറത്തു നിന്നുള്ള ഒരു രാജ്യത്ത് വെച്ചൊരു ലേലമായിരിക്കും. പിന്നെ പഴയ പെയിൻറ്റിങ്ങുകളും, ഇപ്പം സ്വാതിരുന്നാളിൻ്റെ ആയാലും അമൃതസർഗലിൻ്റെ ആണെങ്കിലും ഒക്കെ പഴയ പെയിൻറ്റിങ്ങുകളും ചോദിക്കാറുണ്ട്. അതും നിങ്ങൾ പരിഗണനയിൽ പെയിൻറ്റിങ്ങുകൾ എന്ന് പറയുന്ന വാർത്തയ്ക്ക് കൊടുക്കുക. ദെൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു? ഇത് GK-യുമാണ്, കറണ്ട് അഫയേഴ്സുമാണ്. മനസ്സിലായോ? നെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ കേന്ദ്രം, അല്ലെങ്കിൽ എന്തായിരിക്കും സ്പൈസസ് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങളിൽ എവിടെയാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ദെൻ ഞാൻ പറഞ്ഞല്ലോ റംസാർ എൻവയോൺമെൻ്റ് ആണ്. സോ ഇവിടെ എപ്പോഴും എൻവയോൺമെൻറ്റിന് ഒരു പരിഗണന ഉണ്ടായതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രൈസുകൾ, ഇപ്പം കല്ലേൻ പൊക്കുടനെ പോലെയുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, വന്ദനാ ശിവയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അവർക്ക് കിട്ടുന്ന പ്രൈസസ്, ആ പ്രൈസസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വ്യക്തികൾക്കാണ് കിട്ടുന്നത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ദെൻ റീസെൻറ്റ് ബുക്സ്, എപ്പോഴും ഇംഗ്ലീഷ് ഓതേഴ്സിനെയൊക്കെ ഒന്ന് പരിഗണിക്കാറുണ്ട് ഇവിടെ. ഇൻഡോ ഇംഗ്ലീഷ് ഓതേഴ്സിൻ്റെ ഉള്ള പുസ്തകങ്ങൾ. പിന്നെ റീസെൻ്റായിട്ട് ആ ഒരു അവാർഡ് കിട്ടിയ പുസ്തകമാണെങ്കിൽ അതിൻ്റെ എഴുത്തുകാരാര്, കുറേ കൂടെയൊക്കെ പുതിയ എഴുത്തുകാരെയൊക്കെ പരിഗണിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ചോദിക്കാറുള്ളത്. അരുന്ധതി റോയി, അനിതാ ദേശായി തുടങ്ങിയ ആൾക്കാരെയൊക്കെ എപ്പോഴും ഞങ്ങളോടാണ് അത് സെറ്റിൻ്റെ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള ഭാഗവും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 7 പോർഷൻ നമ്മൾ പറഞ്ഞു. ഒരുപാട് പോർഷൻസ് ഉണ്ട്. അടുത്തത് GK-യിൽ വരുന്നതാണ്. പ്യുവർലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, മോട്ടോ എന്ന് പറയും. ചില സംഘടനകൾ, ചില ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അവയുടെ മോട്ടോ ചോദിക്കാറുണ്ട്. ഇനി എന്താണ് പ്യുവർലി കറണ്ട് അഫയേഴ്സിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ച PSC-യുടെയും ഒക്കെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നെക്സ്റ്റ് എക്സാമിലും ഉണ്ടാകുന്ന ഒരു പോർഷനാണ്. ആക്സിയോം മിഷനുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കാണേണ്ടതാണ്. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഹൗസ് ക്ലാസ്സുകളിലും ആക്സിയോം മിഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരും. ദെൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുന്ന ബില്ലുകൾക്ക് വലിയ പരിഗണന തന്നെയുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ചിലപ്പം ചില ഇന്ത്യൻ പാർലമെൻറ്റിൽ പേരുകൾ മാറ്റി നോക്കിയിട്ട് വരുമല്ലോ, പുതിയ കാല നാമങ്ങൾ പാർലമെൻറ്റിൽ ബില്ലായിട്ടൊക്കെ വരുമല്ലോ. അതൊക്കെയും പുതിയ പേരുകൾ എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം. സംഘടനകൾ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് എന്നോട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയും വീണ്ടും ഓർപ്പെടുത്തുകയാണ്, മിക്ക സംഘടനകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കി വയ്ക്കുക. ദെൻ ടെക്നോളജി പ്രൈസസ്, നമ്മൾ എൻവയോൺമെൻറ്റൽ പ്രൈസസ് എടുത്തു പറഞ്ഞു. ടെക്നോളജി പ്രൈസസ് ഈ തവണത്തെ സെറ്റ് എക്സാമിൽ 3ഓളം ചോദ്യങ്ങൾ വന്ന ഒരു ഏരിയയാണ് ടെക്നോളജി പ്രൈസസ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രൈസസുകൾ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടെക്നോളജി പ്രൈസസ് ഈസ് വെരി ഹോട്ട് ടോപ്പിക്. ഈ ഒരു ടോപ്പിക്ക് വേറെ ഒരു പരീക്ഷയ്ക്കും ഇതുപോലെ കണ്ടിട്ടില്ല. സോ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ആയാലും ഗവേഷണ രീതിയിലുള്ളതൊക്കെ ആണെങ്കിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ പ്രൈസസ് നോക്കുക. അവിടെ ഗണിതശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് നോക്കി വയ്ക്കാം കേട്ടോ. ദെൻ ഹോട്ട്സ്പോട്ട്സ്, ഓക്കെ, ഹോട്ട്സ്പോട്ട്സും നമ്മൾ എൻവയോൺമെൻറ്റിൽ തന്നെ പഠിക്കുന്നതാണ്. ദെൻ സ്പേസ് ഏജൻസിയിൽ കൂടുതലും ഇസ്രോ തന്നെയാണ് കൂടുതലും കടന്നു വരാറുള്ളത്. സ്പേസ് ഏജൻസിയിൽ ഇസ്രോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടത്. ഈ ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നിയമങ്ങളൊക്കെ വരത്തില്ലേ, മുത്തലാഖ്, അങ്ങനെയുള്ള ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവനകളാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് കണ്ടുവരുന്നത്. അത് ആ ഒരു വാർത്ത വരുമ്പോഴാണ് അതിന് പ്രാധാന്യം വരുന്നത്. എന്തെങ്കിലും ആ വാർത്തകൾ വരുമ്പം അയോധ്യ വിധി കേസ് എന്നൊക്കെ പറയുന്ന ശബരിമലയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടത്,
കേരള ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതിയൊക്കെ, ചിലപ്പോൾ മദ്രാസ് ഹൈക്കോടതിയൊക്കെ ഭരണഘടന വായിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില ഹൈക്കോടതികളുടെ നിയമനങ്ങളും ഒക്കെ എന്തായിരിക്കും ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ട്, ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അടുത്തത് കഴിഞ്ഞ തവണകളിലെ PSC പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ഈ പരീക്ഷകളിലും എല്ലാം വന്നൊരു ഹോട്ട് ടോപ്പിക്കാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന കപ്പൽ അല്ലെങ്കിൽ സ്ഥാപിതമായത്, അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെയും എപ്പോഴും ചോദ്യങ്ങൾക്കുള്ളതായിരുന്നു വിഴിഞ്ഞം പോർട്ട്. ദെൻ സ്പേസ് ഏജൻസി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് DRDO എടുത്തു പറയേണ്ടതാണ്. ഇസ്രോയും DRDOയും ഇല്ലാതെ ഒരു രീതിയിലും പരീക്ഷയ്ക്ക് മുന്നോട്ട് പോകേണ്ട. DRDO സ്റ്റാർട്ടിങ് ഇയർ, അതിൽ ആരൊക്കെയാണ് അതിൻ്റെ ഹെഡായിട്ട് വന്നത്, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ DRDO നോക്കണം. ദെൻ ബാങ്കിൻ്റെ ലയനങ്ങൾ, ഇമ്പോർട്ടൻ്റ് ബാങ്ക്, ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പേര് മാറ്റി, അങ്ങനെ പേരുകൾ മാറ്റുന്നത്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റുകയാണെങ്കിൽ, അതെന്തെങ്കിലും SBI ഒക്കെ ഒരു പുതിയ പദ്ധതികൾ ഇറക്കുകയാണെങ്കിൽ, കറൻസി രഹിത ആപ്പ്, അങ്ങനെ പ്രധാനപ്പെട്ട ആപ്പുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നയങ്ങൾ ഒക്കെ എന്തിൽ നോക്കണം, ബാങ്കിൽ നോക്കണം. അതിൻ്റെ പൊസിഷനിൽ ആൾക്കാർ മാറുകയാണെങ്കിൽ ഇവിടെ RBIയും നോക്കേണ്ടതാണ് കേട്ടോ, RBIയും നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ റെയിൽ ബ്രിഡ്ജസ്, അത് ഗതാഗതത്തിൽ വരുന്നതാണ്. റെയിൽ ബ്രിഡ്ജസ് ആണ് ഇപ്പോൾ അവരുടെ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ റെയിൽ ബ്രിഡ്ജ്, അത് വളരെ ചിനാബിൻ്റെ കാര്യമൊക്കെ വളരെ കൃത്യമായി തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം റെയിൽ ബ്രിഡ്ജുകൾ പലപ്പോഴും നമ്മുടെ ധനുഷ്കോടിയൊക്കെ ആണെങ്കിലും അതൊക്കെ തന്നെയും ആ തരത്തിലുള്ള ചോദ്യങ്ങൾ, റെയിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ സൂപ്പർ ട്രെയിനുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയും റെയിലുമായി ബന്ധപ്പെട്ടതാണ് ഈയിടെ ഈ ഭാഗത്ത് കൂടുതൽ ചോദിക്കുന്നത്. സാധാരണ ഗതാഗതത്തെക്കാളും കൂടുതൽ റെയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക. 20ാമത്തെ ടോപ്പിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫിലിമാണ് കൊടുത്തിരിക്കുന്നത്. അത് ആർട്സും കൾച്ചറുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഫിലിം ഫെസ്റ്റിവലുകളെ പറ്റി അറിയുക, ആ ഫിലിം ഫെസ്റ്റിവലുകളിൽ കിട്ടിയിരിക്കുന്ന അച്ചീവ്മെൻറ്റ്സിനെ പറ്റി അറിയുക. പ്രധാനമായും മലയാളം സിനിമകൾ ഓവർസീസിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ നേടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രദർശനങ്ങളിൽ ക്യാൻ ഫെസ്റ്റിവൽ ആയാലും ഓസ്കാർ നോമിനേഷൻ ആയാലും അങ്ങനെയുള്ളതിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ, ഇന്ത്യൻ ഫിലിം സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ, സമ്മാനം നേടുന്നുണ്ടെങ്കിൽ, അതിന് കിട്ടിയ അവാർഡ് ആർക്ക് കിട്ടി, അത് ഏത് കാറ്റഗറിക്കാണ് കിട്ടിയത്, നടനും നടിയും ഒക്കെ ആരാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫിലിം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദിക്കും. 21ാമത്തെ ചോദ്യം ആർട്സ് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു വളരെ വാസ്റ്റ് ആയ ഏരിയയാണ്. കൾച്ചർ ഫെസ്റ്റിവലിനെ പറ്റി ചോദിക്കും. ഓരോരുത്തർക്കും നടക്കുന്ന കൾച്ചർ ഫെസ്റ്റിവൽ ഇതെവിടെയാണ് നടന്നത്, ഹോൺ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ പിന്നെ വ്യക്തികളെ പറ്റി ചോദിക്കും. പത്മശ്രീയൊക്കെ കിട്ടിയ വ്യക്തികൾ അടുത്തിടെ അന്തരിക്കുകയാണെങ്കിൽ അവരുടെ വിഭാഗം ഏതാണ് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരു വലിയ വാസ്റ്റായിട്ടുള്ള ഏരിയയാണ്. ഒത്തിരി ഒന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷേ പത്രവാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ദെൻ ഇത് എളുപ്പമുള്ള ഒരു 2 പോർഷനാണ്, മിസ് വേൾഡും മിസ് യൂണിവേഴ്സും. ഇതുമായിട്ട് കമ്പാരിറ്റീവ്ലി ഒക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ പോർഷനാണ്. സോ ഡെഫിനറ്റ്ലി പഠിക്കണം. അതുപോലെ തന്നെയാണ് കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട കോമൺവെൽത്ത് സമ്മേളനങ്ങൾ, കോമൺവെൽത്ത് മത്സരങ്ങൾ, കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ചില മീറ്റിങ്ങുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ 22, 23, 24 എന്നൊക്കെ പറയുന്നത് ചെറിയ പോർഷൻസ് ആണ്. അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് 25 സ്കീംസ് ആണ് ഞാൻ പറയുന്നത്. കേരള ഗവൺമെൻറ് സ്കീംസിനേക്കാളും കൂടുതലും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾക്ക് തന്നെയാണ് പരിഗണന വരുന്നത്. കേരള ഗവൺമെൻറ് പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേരള ഗവൺമെൻറ് പദ്ധതികൾ, കുറച്ച് പദ്ധതികൾ പഠിച്ചാൽ മതി. ദെൻ നോവൽസ്, GKയുടെ പോർഷനിൽ വരുന്നതാണ് നോവൽസ്. ദെൻ FAO, യുനിസെഫ്, IMF, WHO, UNESCO. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ 31ാമത്തെ ടോപ്പിക്ക് ഉറപ്പായിട്ടും പഠിക്കണം. യുനെസ്കോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡാം ഷുവറാണ് ചോദ്യ പേപ്പറിൽ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. അടുത്തത് ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. ഇന്റർനാഷണൽ ട്രീറ്റി റീസെൻ്റ് വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കുന്നതായിരിക്കും നല്ലതായിട്ട് അവിടെ വരുന്നത്. ഇന്റർനാഷണൽ ട്രീറ്റിയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇനിയും അടുത്തത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രോജക്റ്റിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എല്ലാ സ്കീമും കൂടെ പഠിക്കേണ്ട, ഇതിനൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട പ്രോജക്റ്റാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇനിയും
എക്സസൈസ് ചോദിക്കും, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ബൈലാറ്ററൽ എക്സസൈസസ് ചോദിക്കും. മനസ്സിലായോ? മിത്രശക്തിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്താണ്, എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ രാജ്യങ്ങൾ. ബ്ലൂ ഫ്ലാഗ് ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ബ്ലൂ ഫ്ലാഗ് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത്. പിന്നെ മലബാർ നാവിക അഭ്യാസത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എന്താണ്, എവിടെ നടക്കുന്നു, ഇന്ത്യയും ഏത് രാജ്യവുമാണ് പങ്കെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുള്ള ബയലാറ്ററൽ എക്സസൈസ് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഷോർട്ട് നോട്ടിലൂടെ പഠിക്കാവുന്നതാണ്. ഈസിയാണ് പഠിക്കുന്നത്. ഇന്റലിജൻസ് ഏജൻസീസ് ഈയിടെ കടന്നു വരുന്നൊരു പോർഷനാണ്, പുതിയൊരു പോർഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഓസ്കാർ നമ്മൾ ഓൾറെഡി സിനിമയിൽ പറഞ്ഞു കണ്ടോ, ഓസ്കാറുമായി ബന്ധപ്പെട്ട അവാർഡ് വിന്നേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ നോക്കിക്കേ, ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ബിസിനസ് GK പോർഷനിൽ വരുന്ന ഒരു പോർഷനാണ്. അടുത്തത് മസ്റ്റായിട്ടും പഠിക്കണം, ചെറിയ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതാണ്, UN ഇൻ്റർനാഷണൽ ഇയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നൈബറിങ് കൺട്രീസ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നൈബറിങ് കൺട്രീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായി നോട്ട് ചെയ്യുക. അവരുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അവരുടെ ബൗണ്ടറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ദെൻ സോഫ്റ്റ്വെയർ, ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ്, പോലീസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, ഇതൊക്കെ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻസ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ GKയുടെ പാർട്ടിൽ വരുന്നതാണ്. എന്തൊക്കെ ആർട്ടിക്കിൾ വരുന്നുണ്ട്, അമെൻമെൻറ്റ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ പൊസിഷൻ, ഹെഡ് ഓഫ് പൊസിഷൻസ്, ഇവയിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ GDP ആണ്. GDPയും ഞാൻ പറഞ്ഞു ഒരു 15 മിനിറ്റ് കൊണ്ട് നോക്കിയെടുക്കാവുന്ന പുതിയ കാര്യങ്ങൾ, റിപ്പോ റേറ്റ്, GDP തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നോക്കുക. BNS, ഭാരതീയ ന്യായ സംഹിതയെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. സ്പോർട്സ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഡെയിലി പഠിച്ചു പോയെങ്കിൽ മാത്രമേ അത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പോർട്സുമായിട്ട് ഇപ്പോൾ വനിതാ ഹോക്കി അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. സോ വനിതകളുമായി ബന്ധപ്പെട്ട ഈവൻസുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇപ്പം ലോകകപ്പിലൊക്കെ തന്നെയും വനിതാ കിരീടം നേടിയ സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാർത്തകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. സ്പോർട്സ് പേഴ്സൺസിനെ പഠിക്കുക, അവരുടെ ഐറ്റംസ് പഠിക്കുക. ദെൻ നൊബേൽ പ്രൈസ്, ഒന്നും പഠിച്ചില്ലയോ മക്കളെ, പഠിക്കേണ്ട പോർഷനാണ് നൊബേൽ പ്രൈസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയയാണ് നൊബേൽ പ്രൈസ്. അങ്ങനെ 45 ഏരിയാസാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകുന്ന പ്യുവർലി കറണ്ട് അഫയേഴ്സ് പ്ലസ് GK എന്ന് പറയുന്ന GKയിലെ ഒരു സ്റ്റാറ്റിക് GKയുടെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ഏരിയാസും മോർ പോർഷൻസും GK അല്ല, കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാകും. അതിനകത്ത് ഒരു 10-15 ടോപ്പിക്കോളം നിങ്ങൾക്ക് ഡാം ഷുവറാണ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നതാണ്. ഈ രീതിയിൽ തന്നെയാണ് നിങ്ങളിത് എടുക്കുക, പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമയം പോകുന്ന പാടാണ്. അപ്പോൾ ഇനി പോന്നോളൂ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. കംപ്ലീറ്റ് ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജാനുവരി എക്സാംസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള എക്സാമാണ്. ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കണമെങ്കിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ടീം CCയുടെ എൻ്റെയർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സ് വേണമെങ്കിലും GK ജനറൽ പേപ്പർ സെപ്പറേറ്റ് വേണമെങ്കിലും, ഇനിയും അടുത്തത് ഇംഗ്ലീഷ്, മലയാളം, നാച്ചുറൽ സയൻസിൽ ബോട്ടണി, സുവോളജി, അടുത്ത ഹിസ്റ്ററി, ഏത് വിഷയം, എക്കണോമിക്സ്, കൊമേഴ്സ്, അങ്ങനെ ഏത് വിഷയം വേണോ നല്ല എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരുടെ കീഴിൽ പഠിച്ച് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പോൾ എന്ത് സബ്ജക്റ്റുകൾ വേണം ഇനി പോന്നോളൂ, നമുക്ക് പഠിക്കാം. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.